സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം ആവേശപ്പോരിലാണ്. കലാമാമാങ്കം അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രം അവശേഷിക്കെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. പോയിന്റ് പട്ടികയിൽ ആദ്യ ദിനം മുതൽ കണ്ണൂരാണ് മുന്നിൽ. തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടും കുതിപ്പ് തുടരുന്നു. ആ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് അവിടെ നിന്നും കലോത്സവ നഗരിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, ഇപ്പോൾ 4ാമത്തെ ദിവസമായിരിക്കുന്നു. 4 ദിവസമായി നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി ആ ഒരു കലോത്സവത്തിൻ്റെ ആ ഒരു ലഹരിയിലേക്ക് മുഴുകിയിട്ട് ഈ 4ാം ദിവസം ഏത് രീതിയിലാണ് മത്സരങ്ങളൊക്കെ നടക്കുന്നത്? ഇന്ന് ഏറെ ജനപ്രിയ ഇനങ്ങളൊക്കെ അരങ്ങിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. എത്രമാത്രം ആളുകളാണ് അവിടേക്ക് എത്തുന്നത്? പോയിന്റ് നിലയൊക്കെ ഏത് രീതിയിലാണ്? മത്സരം വാശിയേറി തന്നെ നടക്കുകയല്ലേ? സ്വാതി, 4ാം ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വാള് കിട്ടി, കിരീടം കിട്ടി, ഒപ്പം തന്നെ എന്റെ രാജാവായിട്ട് ഇവരെല്ലാം കൂടി അവരോധിക്കുകയും ചെയ്തു അല്ലേ? പ്രധാന രാജാവാരാ? അലക്സാണ്ടർ. ഞാനാരാ? അംഗരാജ്യത്തെ രാജാവാണോ? ആയിട്ടില്ല. എന്നെ എന്തായാലും രാജാവാക്കാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ആളുകളാണ്. സ്വാതി, നമ്മളിപ്പോഴുള്ളത് ഈ ചവിട്ട് നാടകവേദിയിലാണ്. ചവിട്ട് നാടകത്തിന് കാലങ്ങളായി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പെൺപുലികളാണ് എന്നോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെൺപുലികളുടെ വർത്തമാനത്തിലും നടപ്പിലും പെരുമാറ്റത്തിലുമെല്ലാം ആൺപുലികൾ കലർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ആൺകുട്ടികളെ പോലെയായി മാറി. അങ്ങനെയാണോ? എന്താണ് ഇത്? ഈ ചവിട്ട് നാടകത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയായി മാറിയതാണോ? അല്ല, അതിനു മുന്നേ അങ്ങനെ തന്നെയാ. എങ്ങനെയുണ്ട് മോളെ? ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു പുതിയ കല പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. ഒരു അലക്സാണ്ടറിനെ കുറിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ഗ്രേറ്റ് ഓണർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. നിങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു ആശാൻ ഇവിടെ ഉണ്ടല്ലോ. ആശാൻ ഒളിച്ചടക്കരുത്. ആശാൻ ഇവിടെ കീഴടങ്ങണം. ആശാൻ എത്രയും പെട്ടെന്ന് അംഗരാജ്യത്ത് എത്തിച്ചേരണം. ആശാനെ, എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ പെൺകുട്ടികളാണ് ചവിട്ടുകടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നല്ലോണം പെർഫോം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. തകർക്കും അല്ലേ? തകർക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ജില്ലകളിൽ ഇതില്ല നിൽക്കുന്നു. കുറച്ച് പെൺപുലികളാണ് മുകളിലുള്ളത്. ഏതാണ് ജില്ല? ഏതാണ്? അതന്നെയാണ്. ഓരോ ജില്ലകളിൽ നിന്നും പെൺപുലികളാണ് കൂടുതലായിട്ടുള്ളത് അല്ലേ ആശാനെ? അതെ, അത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പൊ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. വർഷങ്ങളായിട്ട്, ഈ വർഷമല്ല, എല്ലാ വർഷങ്ങളിലും പെൺകുട്ടികളൊക്കെ ആ നേരത്ത് ഈ പ്രത്യേകിച്ച് ചവിട്ടു നാടകത്തിനൊരു സ്വഭാവം ഉണ്ടല്ലോ, ആഞ്ഞു ചവിട്ടണം. അതേപോലെ തന്നെ ഈ നടപ്പും ഇതും എല്ലാം ഒരു ആൺപുലികളെ പോലെ ആയിരിക്കണം. ഇതൊക്കെ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്ക്. ഇവര് അടിപൊളിയായി കൈകാര്യം ചെയ്യും. സ്കൂളിലൊക്കെ പോകാൻ നേരത്ത് ഈ നടപ്പൊക്കെ ഇങ്ങനെ ആൺകുട്ടികളൊക്കെ പോലെ ആ നേരത്ത് ടീച്ചർമാരൊക്കെ വല്ലതും പറയാറുണ്ടോ? അങ്ങനെ ഇത് പഠിച്ച് കണ്ടിന്യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ വീട്ടിലും ഈ സെയിം നടപ്പായി. അപ്പൊ അമ്മ പറയും, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ എന്നൊക്കെ. ആൺകുട്ടികളെ പോലെ ഒരു നടപ്പാവാൻ തുടങ്ങി. പിന്നെ അങ്ങ് ആരെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ? എന്താണ് ആ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ചെല്ലാറുണ്ടോ? ഞാൻ ടീച്ചറല്ല, കുട്ടിയുടെ പേരന്റാണ്. ഞാൻ പ്രൊഫസറാണ്. ഇവരങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആമ്പിള്ളേരുടെ സ്വഭാവം തന്നെ കാണിക്കുന്നത്. ഫോറസ്റ്റ് രാജാവേ അങ്ങനെയാണോ? എന്താണ് ആ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ചെല്ലാറുണ്ടോ? ചെറുതായിട്ട്. പേടിയൊക്കെ പോയി? അങ്ങനെ ഒന്നിനും പേടിയില്ല. ഇല്ല. ചവിട്ട് നാടകം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഉണ്ടായി. എല്ലാത്തിനും എഗ്രേഡ് ഉണ്ട്. രാജാവിന് എഗ്രേഡ് ഉണ്ട്. അപ്പൊ ചെലവുണ്ട് രാജാവിന്. ഒരു അംഗരാജ്യം എനിക്ക് പതിച്ചു തന്നേക്കണം. ആരാണ് ടീച്ചറെ? എങ്ങനെയുണ്ട്? പിള്ളേർ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ആശാനെ 2 സ്റ്റെപ്പ് ഇടിക്കാൻ പറ്റും നമ്മളെ പിള്ളേരെ കൊണ്ട്. കളിച്ചൊന്ന് ക്ഷീണമാണ് എങ്കിലും 2 സ്റ്റെപ്പ് പറ്റുമോ? 2 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ? സ്വാതി, ഇവരുടെ 2 സ്റ്റെപ്പും കൂടി കാണണം. അവർ കളിച്ച് ക്ഷീണിതരായി വന്നിരിക്കുകയാണ്. എങ്കിലും അത് പ്രശ്നമില്ല. ആ കാറൊന്ന് കടന്നു പോയിക്കോട്ടെ. ആ ചേട്ടനിലേക്ക് പ്രശ്നം ഉണ്ടാക്കി കളയും ചിലപ്പോൾ. ചേട്ടാ വന്നോ, കടന്നു പോന്നോളൂ, പെട്ടെന്ന് പോന്നോളൂ. എന്തായാലും മക്കളെ, ഇതെങ്ങനെയുണ്ട്? അടിപൊളി സെറ്റപ്പാണ്. ഇവർ ഈ കാണുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ല ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ചവിട്ട് നാടകത്തിൽ ഈ പെൺപുലികളൊക്കെ മാജിക് കാണിക്കും. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന പെൺപുലികളാണിത്. മലപ്പുറം ജില്ലയിലെ പെൺപുലികളാണ്. സഹിന്റെ വേഷവിധാനം എന്തായാലും സഹിൻ അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സഹിന്റെ ആരാധകർ, പ്രത്യേകിച്ചും ഡെസ്കിലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, സഹിന്റെ 2 ചുവട് കൂടി അവർ ചുവട് വെക്കുമ്പോൾ സഹിനും ഒപ്പം 2 ചുവട് വെക്കുകയാണെങ്കിൽ സംഗതി കുറച്ചുകൂടി കളറാകും എന്നാണ് പറയുന്നത്.
അവിടെയുള്ളത് ആരാധകരല്ല, എന്നെ ദ്രോഹിക്കണമെന്ന് മനഃപൂർവ്വം കരുതിയിരിക്കുന്ന കുറേ ആളുകളാണ് ആ ഡെസ്കിലുള്ളത്. അവരിതും പറയും ഇതിനപ്പുറം പറയും. അതുകൊണ്ട് സ്വാതി അത് കാര്യമാക്കണ്ട. ഈ പെൺപുലികൾ 2 സ്റ്റെപ്പ് വയ്ക്കും. മക്കളെ തുടങ്ങിക്കോ. പൂറത്തേറിയെഴുന്നുള്ളും വീരൻ പദവികൾ കയ്യാളും പോറസ് രാജൻ പദവികൾ കയ്യാളും ഞാനും പോറസ് രാജൻ തിത്തരി കിട്ടത്തിമൃതം തിളങ്ക കിട്ടത്തിമൃത കഥ കിടത്തം. അത് തന്നെയാണ് ഇത്. ഇങ്ങനെ ഒന്ന് അവസാനം ചട്ടമല്ലേ. എന്തായാലും തകർത്തിട്ടുണ്ട്, മറ്റൊന്നും പറയാനില്ല. സ്വാതി, ഇത് തന്നെയാണ്. ഞാൻ പണ്ട് ചവിട്ടുപാടമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇതുപോലൊരു ആശാന കിട്ടാഞ്ഞുകൊണ്ട് എനിക്ക് ചവിട്ടുപാടത്തിൽ വരാൻ പറ്റില്ല. പക്ഷേ ഇന്ന് എനിക്കിവിടെ ഒരു അംഗരാജ്യം പതിച്ചു കിട്ടി. ഒപ്പം തന്നെ എന്നെ രാജാവായിട്ട് ഈ കുട്ടികളെല്ലാം ചേർത്ത് അവരോധിക്കുകയും ചെയ്തു. എന്തായാലും കലോത്സവം അതിൻ്റെ പീക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും എല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ 2-3 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. എന്തായാലും അതിൽ മാറ്റങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് ജനപ്രിയ ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. ഈ ചവിട്ട് നാടകം, ഒപ്പം തന്നെ മറ്റ് തിരുവാതിര അടക്കമുള്ള വേദികൾ പലതുമുണ്ട്. അവിടേക്കെല്ലാം പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചവിട്ട് നാടകം സ്വാതി അടക്കമുള്ള പെൺപുലികൾ പഠിക്കണം. കാരണം ഇവർ ഈ പ്രശ്നങ്ങൾ എന്ത് വന്നാലും അത് കൈകാര്യം ചെയ്യാൻ ചവിട്ട് നാടകം കൊണ്ട് ഈ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആരെയും ഭയക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രശ്നം വന്നാൽ പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ശക്തമായി കൈകാര്യം ചെയ്യാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ സ്കൂളുകളിലേക്ക് ചവിട്ടുനാടകം പോലെയുള്ള നമ്മുടെ കലകൾ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലകൾ കൂടുതലായി വരണം. അതിന് ഇത്തരം യുവജനോത്സവങ്ങൾ, ഇത്തരം യൂത്ത് ഫെസ്റ്റിവലുകൾ അത് ഗുണം ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സ്വാതി. അതേ സഹീൻ, എന്തായാലും ചവിട്ടുനാടകം സഹീൻ പറഞ്ഞതുകൊണ്ട് തന്നെ ചവിട്ടുനാടകം പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. വളരെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കലോത്സവ നഗരിയിൽ നിന്നും ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കലോത്സവം ഇന്ന് 4ാം ദിവസം. മത്സര ഇനങ്ങളെല്ലാം ഇപ്പോൾ വേദികളിൽ കയറിക്കഴിഞ്ഞിരിക്കുന്നു, അരങ്ങുണർന്നിരിക്കുകയാണ്. കണ്ണൂർ തന്നെയാണ് പോയിന്റ് നിലയിൽ 1ാമത്. ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മത്സര ഇനങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. ജനപ്രിയ മത്സരങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സഹിൻ ആന്റണിയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേർന്നത്.